അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രാവിലെ 8:30 മണിക്ക് നവദമ്പതികളായ റീഷിയും സിദ്ദീഖും വിവാഹം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞ് മാസങ്ങൾ തികയുന്നതിൻ്റെ മുമ്പ് ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് അല്ലാഹുവിലേക്ക് യാത്രയായി. വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കേട്ടത്. വിവാഹം ജീവിതം എന്ന് പറയുന്നത് വലിയ സ്വപ്നമാണ്. സിദ്ദീഖിൻ്റെയും റീഷയുടെ വിവാഹം എന്ന് പറയുന്നത് വലിയ കുടുംബക്കാരും നാട്ടുകാരൊക്കെ വന്ന വലിയൊരു വിവാഹം ചടങ്ങായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് പദ്ധതികൾ ഉണ്ടായിരുന്നു. സിദ്ദീഖ് ഒരു അധ്യാപകനാണ്. ഭാര്യയും റീഷയും രണ്ടുപേരും ജീവിതത്തിൽ ഒരുപാട് മധുര നിമിഷങ്ങൾ പകർന്ന് ചിരിച്ചും കളിച്ചും രസിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്ക് രണ്ടുപേരും അല്ലാഹുവിലേക്ക് യാത്രയായ വളരെ ഇവരെ ജീവിതത്തിൽ നടന്ന വലിയ ഒരു ദുരന്തം വല്ലാത്ത വേദനിപ്പിക്കുന്നതാണ്. ഈ ഒരു കുടുംബങ്ങളും ഇന്ന് കണ്ണീരിലാണ്. ഇന്നവിടെ സന്തോഷമില്ല. ഇന്ന് ആ ചുമരുകൾ പോലും ആ രണ്ടു പേര് ഓർത്തിങ്ങനെ കരയുകയാണ്. ആ മൈലാഞ്ചിൻ്റെ ചുവപ്പ് മായുന്നതിൻ്റെ മുമ്പ് ഒരുമിച്ചങ്ങ് യാത്രയായി എന്ന് പറയുമ്പോൾ ആ നാടിൻ്റെ ആ കുടുംബത്തിനെ കണ്ണീരിലാത്തിക്കൊണ്ട് അള്ളാഹു ഇരുവർക്കും അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. മരണത്തിൽ ഒന്നിച്ചതുപോലെ അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ഒരു മനുഷ്യൻ്റെ ജീവിതം എത്രത്തോളം നിസാരമാണ് എന്നതിനെ ഓർമ്മിപ്പിക്കുന്ന വലിയ ഒരു പാഠമാണ് ഈ സിദ്ദീഖിൻ്റെയും റീഷയുടെയും ജീവിതം. നോക്കൂ, നമുക്ക് ഇവരെ വലിയ വ്യക്തിപരിചയവുമില്ലെങ്കിലും ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നാം തന്നെ സങ്കടപ്പെട്ടു, വലിയ വിഷമത്തിലായി. കാരണം നമുക്ക് ഈ വാർത്ത ഒന്ന് കേൾക്കാനോ താങ്ങാനോ നമ്മളെ കൊണ്ട് സാധിച്ചില്ല. എന്നാൽ ആ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ഓർത്ത് നോക്ക്. ഇത്തരത്തിലുള്ള മരണ വാർത്തകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊരു മുന്നറിയിപ്പും കൂടിയാണ്. അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ ദമ്പതികളായി അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. എത്ര മരണങ്ങളാണ് പ്രിയമുള്ളവരെ നമ്മുടെ കൺമുമ്പിൽ കാണുന്നത്. അവരുടെ സന്തോഷകരമായ നിമിഷങ്ങൾ, അതും കളിച്ചും രസിച്ചും കൊഞ്ചിച്ചു കഴിയുമ്പോഴേക്കാണ് ഈ ദുരന്തം അവരുടെ കൺമുമ്പിൽ എത്തുന്നത്. ഇതെന്ത് ദുരന്തമാണ് എന്ന് മനസ്സിലാകുന്നതിന് മുമ്പും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. രാവിലെ എഴുന്നേറ്റ് കുളിച്ചു ഒരുങ്ങി വലിയ സന്തോഷത്തോടു കൂടി രണ്ടാളും യാത്ര പുറപ്പെട്ടു. അതാ അവർ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥലത്തേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുമ്പിൽ എത്തിയ വലിയ ദുരന്തം ആ രണ്ടു പേരെയും കൊണ്ടുപോയി എന്നുള്ളതാണ്. മനുഷ്യന് ഓർക്കണം, ഇത്രയേ ഉള്ളൂ. ഈ ഉള്ള ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി ആരോടും വിദ്വേഷമില്ലാതെ, അസൂയയില്ലാതെ, പകയില്ലാതെ, എല്ലാവരോടും സ്നേഹം മാത്രം നല്ലൊരു ജീവിതം നയിക്കുക. എന്തെല്ലാം സ്വപ്നങ്ങളാണ് അവരെല്ലാ ദിവസവും ഒന്നിച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത്. ഭാര്യയെ ജോലി സ്ഥലത്ത് വിട്ട് ഭർത്താവ് പോകും. മാസങ്ങളെ ആയിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട്, വർഷം പോലും തികഞ്ഞിട്ടില്ല. വൈകുന്നേരം ഒന്നിച്ച് കറങ്ങാൻ പോകും. ഇനി ആ കരക്കമില്ല. ഇരു വീടും നിശബ്ദമാണ്. അവർ കല്യാണ ദിവസം ഒരുമിച്ച് കഴിഞ്ഞ ആ ഫോട്ടോസുകളും ഇന്ന് ആ വീടിൻ്റെ തീരാൻ നോവായിരിക്കുകയാണ്. അവരുടെ ഫോട്ടോസ് കണ്ട് സന്തോഷിച്ച് ആഹ്ലാദിച്ചവർ ഇന്നതൊന്ന് തുറന്നു നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. സിദ്ദീഖാണെങ്കിൽ നല്ല സുമുഖനായ ഒരു അധ്യാപകനും കൂടിയാണ്. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും നിമിഷം നേരം എൻ്റെ പ്രിയമുള്ളവരെ അവസാനിച്ചു പോയി. അള്ളാഹു ഇരുവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ.
ദുരന്തങ്ങൾ ഏത് സമയത്തും എപ്പോഴും എത്തിക്കഴിഞ്ഞാലോ ലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ എന്ന വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഒരു സെക്കൻഡ് മുന്തിക്കുകയോ പിന്തിക്കുകയോ ഒന്നും ചെയ്യൂല. നമുക്ക് ഒരു രാവിലെ എഴുന്നേറ്റ് കുലിച്ചൊരുങ്ങി വലിയ സന്തോഷത്തിൽ അല്ലേ ഇരുവരും അതാ ബൈക്കിലൂടെ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്ത് ഇവർ എത്തുന്ന ലക്ഷ്യസ്ഥലത്തേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു കാർ പെട്ടെന്ന് വരുന്നു, ഇവരെ ഇടിക്കുന്നു. ഇവർ രണ്ടുപേരും സൂക്ഷിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. ആ സ്ഥലത്ത് തന്നെ ഇരുവരും മരണപ്പെട്ടു പോയി. രണ്ടുപേരെ ആശുപത്രിയിൽ കൊണ്ടുപോയാലും പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. സിദ്ദീഖീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. മലപ്പുറം പുത്തനത്താണിയിലാണ് ഈ ഒരു സംഭവം നടന്നതെങ്കിൽ ഇതിൽ വലിയൊരു പാഠമുണ്ട്. സിദ്ദീഖ് 30 വയസ്സും അതുപോലെ ഭാര്യക്ക് 25 വയസ്സുമുള്ള റീഷിയും ഇന്ന് ആ കുടുംബത്തിൻ്റെ കണ്ണീരാണ്. യാ അല്ലാഹ്, അള്ളാഹു ആ കുടുംബത്തിൽ നീ സമാധാനം പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹു ഈ ഒരു പരീക്ഷണത്തിൽ ആ കുടുംബത്തിന് ക്ഷമിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ കുടുംബത്തിൻ്റെ വിവാഹം എന്ന് പറയുമ്പോൾ എന്തൊക്കെ വിചാരങ്ങൾ, സന്തോഷങ്ങൾ, സ്വപ്നങ്ങൾ, പ്രത്യേകിച്ച് സഹോദരിമാരാകുമ്പോഴേക്കും അവരുടെ സ്വപ്നങ്ങൾ വലുതാണ്. ആ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർന്നതിൻ്റെ മുമ്പ് തന്നെ ഇരുവരും ഒന്നിച്ച് അള്ളാഹുലേക്ക് യാത്ര പോയി എന്ന് ഈ ഒരു പാഠം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു പാഠമാണ്. ഇത്തരത്തിലുള്ള പാഠം കൊണ്ട് നാം നമ്മുടെ മരണത്തെ ഓർക്കണം. മറ്റുള്ള മരണങ്ങൾ അത് നമ്മുടെ മരണത്തെ ഓർമ്മിപ്പിക്കുന്നതാകണം. ഏത് സമയത്തും എപ്പോഴും മരണം ഏതു രൂപം എത്തുമെന്ന് പറയാൻ പറ്റൂല. ഒന്നെങ്കിൽ അപകടത്തിലൂടെ, രോഗത്തിലൂടെ, പല വിധത്തിലും. ആ മരിക്കുന്ന നേരം നല്ലൊരു മരണമായിരിക്കണം, ഈമാനോട് കൂടിയുള്ള മരണം. അതിനുവേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹു തൗബക്ക് പോലും അവസരമില്ലാത്തൊരു മരിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതൊന്നും താങ്ങാൻ പറ്റാത്ത മരണമാണ്. മരിക്കുമ്പോൾ ഈമാനോട് കൂടിയുള്ള മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപകടത്തിൽ മരണപ്പെട്ടവർക്ക് ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട് എന്നാണല്ലോ. അള്ളാഹു ഷഹീദിൻ്റെ പ്രതിഫലം റീഷക്കും സിദ്ദീഖിനും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇക്ബാൽ നഗറിയിൽ നിന്ന് ഈ സിദ്ദീഖ് ഇവരുടെ ജീവിതം തുടക്കം കുറിക്കുന്നത്. ഇന്ന് അതെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഇരുവരും ആരുടെ മണ്ണിലാണ് ഒരുമിച്ച്. അള്ളാഹു അവർക്ക് ജന്നാത്തുൽ ഫിർദൗസിലും കൂടാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ സ്വപ്നങ്ങൾ സ്വർഗത്തിൽ അവർക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപകട മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. നമുക്കിത് വലിയ സങ്കടമാണെങ്കിൽ അവരെ സംബന്ധിച്ചൊക്കെ വലിയ ഷഹീദിൻ്റെ പ്രതിഫലമൊക്കെ കിട്ടുന്നതാണ്. പക്ഷേ കുടുംബങ്ങൾക്ക് ഇതൊക്കെ താങ്ങാനൊന്നും സാധിക്കില്ല. അള്ളാഹു കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.